നിയോഗിച്ചിരിക്കുന്നത് ഇവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഈ സ്വലാത്തു നഗരുന്ന പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവിടുത്തെ ജീവിതം മാതൃകയാക്കുക. ഇവിടെ ഇരുന്ന് സഹകരിക്കണം. ബാക്കിയുള്ളവർക്ക് ഇവിടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സ്, അതിന്റെ പേരിൽ ഇന്ന് ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെടുന്ന വലിയ സംരംഭങ്ങളാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സുകളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ബുക്കുകൾ. ഇപ്പോൾ ഹ്യൂമൻ ഡെവലപ്പിംഗ്, മനുഷ്യത്വ വികാസം, അതിന് കുറെ തിയറികൾ, അതിന് കുറെ മോട്ടിവേഷനുകൾ. എന്നാൽ ലോകത്തിന്റെ മുമ്പിൽ എ ടു സെഡ് മിൻ അവ്വലിൽ ആഖിരിഹി, ജീവിതം എന്നെ കണ്ട് മാതൃകയാക്കുക, എന്റെ ജീവിതം കണ്ടു പഠിക്കുക എന്ന് പറയാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലാതെ ലോകത്ത് മറ്റാർക്ക് സാധിച്ചിട്ടുണ്ട്? ഇന്നമാ ബുഇസ്തു ലിയുതമ്മിമ മകാരിമൽ അഖ്ലാഖ്, തനതായ ശൈലി, തനതായ സ്വഭാവം, അതെന്ത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണോ എന്നെ ഈ ലോകത്ത് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്? സൽ സ്വഭാവം എന്തായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? അവിടുത്തെ 10 വർഷം പരിചാരകനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു, ഖദംതു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ ഫമാ ഖാല ലി ഉഫ്ഫിൻ വലാ ലിമ ഫഅൽത വഹല്ലാ ഫഅൽത. 10 കൊല്ലത്തോളം അവിടെ ഞാൻ ഖിദ്മത്തെടുത്തിട്ടും വാന ഇബ്നു സബീ സിനീൻ, കേവലം 7 വയസ്സുള്ള സമയത്താണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിചാരകനായി ഞാൻ നിന്നത്. എന്നിട്ട് ഒരിക്കൽ പോലും എന്നോട് ഛേ എന്നൊരു പദം ഞാൻ കേട്ടിട്ടില്ല. എന്തിനു നീ അത് ചെയ്തു എന്ന് ചോദിച്ചിട്ടില്ല. എന്തിനു നീ അങ്ങനെ ചെയ്തില്ല എന്ന് എന്നെ ആക്ഷേപിച്ചിട്ടില്ല. ഒരു പരിചാരകനോട് പോലും ഇത് പറഞ്ഞിട്ടില്ല. ഞാനും നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എത്ര അസഭ്യങ്ങളാണ് ദിനം പ്രതി പറയുന്നത്. ഈ ദിവസം എന്റെ ജീവിതത്തിൽ ഒരു അസഭ്യവും ആരോടും പറയില്ല. ഭാര്യ ഭർത്താവിനോട് പറയരുത്, ഭർത്താവ് ഭാര്യയോട് പറയരുത്, മക്കൾ പിതാക്കളോട്, പിതാക്കൾ മക്കളോട്, കൂട്ടുകാരോട്, കുടുംബങ്ങളോട് ആരോടും പറയില്ലെന്ന് തീരുമാനമെടുക്കുക. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാ ദാഹദും മിൻ അസ്ഹാബിഹി വലാ മിൻ അഹ്ലി ബൈതിഹി ഇല്ലാ ജാബ ഇല്ലാ ബിലബ്ബൈക്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആര് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ലബ്ബൈക് ലബ്ബൈക്, ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. അങ്ങോട്ട് ആദരവ് കൊടുത്താൽ ഇങ്ങോട്ട് ആദരവ് കിട്ടുമെന്ന് ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണല്ലോ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആര് വിളിച്ചാലും ലബ്ബൈക്. അറബിയിൽ ഏറ്റവും ബഹുമാന പുരസ്സരം, ആദര പുരസ്സരം പറയുന്ന പദമാണ് ലബ്ബൈക്. അതുകൊണ്ടാണല്ലോ ഹാജിമാർ ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. നമുക്കെല്ലാം മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് മഅദിൻ ഇത്തവണ ഹജ്ജിന് പോകാൻ മഅദിൻ ഗ്രൂപ്പിൽ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏതാനും കുറഞ്ഞ സീറ്റുകൾ കൂടിയുണ്ട്. പരമാവധി ബുക്ക് ചെയ്യാൻ ഉപയോഗപ്പെടുത്തുന്നത് നല്ലതാണെന്ന് സാന്ദർഭികമായി അറിയിക്കുന്നു. ലബ്ബൈക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആര് വിളിച്ചാൽ ലബ്ബൈക് എന്നല്ലാതെ പറഞ്ഞിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുന്ന മുഖമല്ലാതെ ആർക്കും ഒരിക്കലും കാണാൻ സാധിച്ചിട്ടില്ല. ഇനി അവിടുന്ന് വല്ല വെറുപ്പും ഇഷ്ടപ്പെടാത്ത കാര്യം കണ്ടാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തിന്റെ ആ പ്രസന്നത മാറുമ്പോൾ സ്വഹാബത്ത് മനസ്സിലാക്കുക, അതവിടത്തേക്ക് ഇഷ്ടപ്പെട്ടതല്ല, അതവിടത്തേക്ക് പറ്റിയിട്ടില്ല. ഇങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കി നമ്മുടെ ജീവിതത്തിൽ
അരുതായ്മകൾ, പോരായ്മകൾ, ന്യൂനതകൾ, അതിൽ നിന്നെല്ലാം മാറി നിന്ന് നാടിൻ്റെയും രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഭദ്രതയ്ക്ക് വേണ്ടി വിശിഷ്യ ഇസ്ലാം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഒന്നാമതായി ജീവൻ, രണ്ടാമതായി ബുദ്ധി, മൂന്നാമതായി കുടുംബം. പക്ഷേ ഇന്ന് കൂടുമ്പോൾ ഇമ്പത്തിനു പകരം കൂടുമ്പോൾ ഭൂകമ്പമാകുന്ന അവസ്ഥ പല നാടുകളിലും പല കുടുംബങ്ങളിലും. അതിന് സ്വഭാവം, ഭാര്യയ്ക്ക് പരാതി, ഭർത്താവിൻ്റെ സ്വഭാവം വളരെ മോശമാണ്, ഭർത്താവിന് ഭാര്യയുടെ സ്വഭാവം വളരെ മോശമാണ്. എന്നാൽ ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടത്, എൻ്റെ സ്വഭാവം ഞാൻ നന്നാക്കിയാൽ എൻ്റെ ഭാര്യ ഓട്ടോമാറ്റിക്കായി നന്നാകും. എൻ്റെ സ്വഭാവം മോശമാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദാസമയത്തും അല്ലാഹുവിനോട് ദുആ ചെയ്തിരുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഈ ആയത്ത് വിശദീകരിക്കാൻ ജൂതന്മാരായ പണ്ഡിതന്മാർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വിശ്വസ്തരായ സ്വഹാബാക്കളിൽ ഖുലഫാഉർ റാഷിദീങ്ങൾ പ്രമുഖരായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹദ്റത്തിൽ വന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് അന്വേഷിച്ചു. അവിടുന്ന് പറഞ്ഞ മറുപടി, ഇതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തു പറയും? നിങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിക്കാൻ നല്ലത്, ഏറ്റവും നല്ലത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹചാരിയായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കലായിരിക്കും നന്നാകുക. അവിടുന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, മാഷാ അല്ലാഹ്, ഞാൻ എങ്ങനെ പ്രതികരിക്കും? അതിനേറ്റവും നല്ലത് അമീറുൽ മുഅ്മിനീൻ പ്രിയപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവരല്ലേ എപ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലുള്ളവർ, കുടുംബത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നു, അവരോട് ചോദിക്കലല്ലേ? ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹദ്റത്തിൽ വന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, എനിക്കതിന് മറുപടി പറയാൻ കഴിയില്ല. അന മദീനത്തുൽ ഇൽമി വാലിയും ബാബുഹാ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കുറിച്ച്, ഞാൻ ഇൽമിന്റെ പട്ടണമാണ്, അതിന്റെ കവാടം അലിയാണെന്ന് വിശേഷിപ്പിച്ചില്ലേ? ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുക. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹദ്റത്തിൽ വന്ന് ചോദിച്ചപ്പോൾ ഇനി എങ്ങോട്ടേക്ക് റഫർ ചെയ്യാനാണ്? ഇനി എങ്ങോട്ടേക്ക് മടക്കാനാണ്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചല്ലേ ചോദിച്ചു. അവിടുന്ന് മറുചോദ്യമായിരുന്നു ചോദിച്ചത്, നിങ്ങൾക്ക് ദുനിയാവിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? അവർ അത്ഭുതം ഞങ്ങൾക്കറിയില്ല. എങ്കിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങൾ ഈ സോളാർ സിസ്റ്റവും എല്ലാ ഈ ഗാലക്സിയും എല്ലാ അനേകായിരം ഗാലക്സികളും ഉൾക്കൊള്ളുന്ന ഈ വിശാലമായ പ്രപഞ്ചത്തെ കുറിച്ച് ഖുർആൻ പറയുമ്പോൾ ഖലീൽ ഖലീൽ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ആ അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, എല്ലയോ അങ്ങയുടെ സ്വഭാവം അതിമഹത്തായ വളരെ വളരെ വലുതാണ് എന്ന് പറയുമ്പോൾ ആ അദീം എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ കാന ഖുലുഖുൽ ഖുർആൻ, ഖുർആനായിരുന്നു. ഖുർആനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം പറയാനുണ്ട്? അതെല്ലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ചും നിങ്ങൾ പറയുക. ഖുർആനെ കുറിച്ച് ഈ കാണുന്ന സമുദ്രങ്ങളെല്ലാം മഷികളായി മാറുകയും ഈ കാണുന്ന വൃക്ഷങ്ങളെല്ലാം പേനകളായി മാറുകയും ചെയ്താൽ ഒരിക്കലും ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ എഴുതി തീർക്കാൻ സാധിക്കില്ല. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങൾ പറഞ്ഞു തീർക്കാൻ ആർക്കും സാധിക്കില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദാ സമയത്തും അവിടുന്ന് പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽഖി, അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽഖി, എന്റെ സ്വഭാവം നന്നാക്കി